തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഫെബ്രുവരി 28-ന് രാവിലെ 8-ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും മറ്റ് മന്ത്രിമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ ആദ്യ സന്ദർശനം. 14 ആവാസ വ്യവസ്ഥകളിലേക്കാണ് വിവിധ മൃഗങ്ങൾ എത്തിയത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങളെയാണ് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. ജിറാഫ് ഉൾപ്പെടെയുള്ള വിദേശ മൃഗങ്ങളെ കൊണ്ടുവരുന്നതിലേക്ക് 4 കോടി രൂപ അഡ്വാൻസ് നൽകിയതായും മന്ത്രി പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിലെത്തുന്നവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനായി കഫറ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും ടോയ്ലറ്റ് ബ്ലോക്കുകളും സജ്ജമായതായും മന്ത്രി പറഞ്ഞു. പെറ്റിംഗ് സൂ 2026 മാർച്ച് മാസത്തിൽ പണി തുടങ്ങി 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിനായി KSRTCയുടെ 2 non-AC ഇലക്ട്രിക് ബസ്സുകൾ സജ്ജമായതായും മന്ത്രി അറിയിച്ചു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ ബസ്സുകളുടെ ചാർജിംഗ് സ്റ്റേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കഫറ്റേരിയയും 4 ഫുഡ് കിയോസ്കുകളുമാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഭക്ഷണം ആ വിധത്തിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 14 ഇപ്പോൾ അകത്തുള്ളതാണ് മാത്രമാണ് ഉപയോഗിക്കുക. അകത്ത് ഒരു കഫറ്റേരിയയും 4 ഫുഡ് കിയോസ്കുകളും ഉണ്ട്. അതിൽ നിന്നുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഉപയോഗിക്കുക. ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായിട്ടും സജ്ജമായി. ആ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. 14 ആവാസ ഇടങ്ങളിലാണ് ഇപ്പോൾ മൃഗങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സോൺഗ്രോവ് 2 മാസക്കാലത്തെ സമയത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിൽ മാർച്ചിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പാർക്കിലേക്കുള്ള പ്രവേശനം. മറ്റ് മൃഗശാലകളിലെ പോലെ തന്നെ തിങ്കളാഴ്ചകളിൽ സുവോളജിക്കൽ പാർക്കിനും അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.